പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് മഹത്വം അപ്പ, അങ്ങേക്ക് മഹത്വം അപ്പ. പ്രൈസ് ടു ജീസസ്. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ വചനം കുറിച്ച് തക്കവണ്ണം ദൈവമായ കർത്താവ് ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില സാങ്കേതികമായ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അല്പം ഡിലേ ആയിട്ടുണ്ട്. ദൈവനാമത്തിൽ ക്ഷമിക്കുക. കർത്താവിൽ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. എനിക്ക് ഇങ്ങനെ ഒരു നല്ല വചന ശുശ്രൂഷയ്ക്ക് സന്ദർഭം ഒരുക്കി തന്ന പ്രിയ സാജബ്രതനോട് കുടുംബത്തോടും കൂടെ നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. നമ്മുടെ കർത്താവും രാജാവുമായിരിക്കുന്ന യേശു മശിഹ വരാൻ പോകുന്നു. പ്രിയ ദൈവമക്കൾ എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇന്ന് പ്രിയ ദൈവമക്കളെ ഈ സന്ധ്യയുടെ വേളയിൽ നമുക്ക് ചിന്തിക്കുവാനുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആകെ പ്രിയമുള്ള ദൈവമക്കളെ, ദീർഘിപ്പിക്കാതെ തന്നെ വചന ധ്യാനത്തിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് പ്രാരംഭമായിട്ട് ഒരു പാട്ടിൻ്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു കന്നഡ ഗാനത്തിൻ്റെ ചില അടികൾ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീനെന്നെ ആശ്രയമോ, നീനെന്നെ കോട്ടയോ, നീനെന്നെ പ്രാണനാഥ, നീനൻ ദേവാ, നീനെന്ന ആശ്രയമോ, നീനെന്ന കോട്ടയോ, നീനെന്ന പ്രാണനാഥ, നീനൻ ദേവാ. ആരാധിസുവേ പൂർണ്ണ ഹൃദയദന്ത, അരസിനിൻ മുഖജീവ മാർഗമല്ല, സേവൈ മാടുവേ നീനെ സർവബന്ധു ദാസനും ദാസനും ദേവാ, ദാസനും ദേവാ, ദാസനും ദേവാ, ദാസനും നീനന്ന രക്ഷകനോ, നീനന്ന വൈദ്യനോ, നീനന്ന സംതൃപ്തിയോ, നീനൻ ദേവാ. ആരാധിസുവേ പൂർണ്ണ ഹൃദയദന്ത, അരസിനിൻ മുഖജീവ മാർഗമല്ല, സേവൈ മാടുവേ നീനെ സർവബന്ധു ദാസനും ദാസനും ദേവാ, ദാസനും ദേവാ, ദാസനും ദേവാ,
പാലകനോ നീ ನನ್ನ ആശ്വാസമേ നീ ನನ್ನ ഉംബലനോ നീ ನನ್ನ ದೇವಾ ಆರಾಧಿಸುವೆ ಪೂರ್ಣ ಹೃದಯದಿಂದ ಅರಸಿನಿ ಮುಖ ಜೀವ ಮಾರ್ಗಮಲ್ಲ ಸೇವೈ ಮಾಡುವೆ ನೀನೇ ಸರ್ವಬೆಂತು ದಾಸನುನ್ನ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെല്ലാവരും ഇരിക്കുന്ന ഇടത്ത് കണ്ണുകളടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രമപ്പ. യേശുവിൻ്റെ രക്തത്താൽ കർത്താവേ അങ്ങേക്ക് സ്തോത്രമപ്പ. ഈ രാത്രിയുടെ വേളയിൽ കർത്താവേ തിരുവചനവുമായി അടിയൻ നിൽക്കുന്നു. കർത്താവേ അടിയനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ വചനത്തെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ചാട്ടെ. പലവിധമാകുന്ന തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും കർത്താവെ എല്ലാത്തെയും അതിജീവിക്കുവാനുള്ള കൃപ ദൈവം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് കർത്താവ് ഇടപെട്ടാട്ടെ, കർത്താവ് സംസാരിച്ചാട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് വാനിക്കണം. ദൈവപ്രവൃത്തിയിൽ കർത്താവ് എല്ലാവരെയും നിറച്ചാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ ശുശ്രൂഷയിൽ വളരെയേറെ തടസ്സങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. എങ്കിലും കർത്താവിൽ ശരണപ്പെട്ട് വചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഒരല്പനിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം തന്നെ ശോധനകൾ ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ശോധനകൾ ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശോധനകൾ ഉണ്ട്, പോരാട്ടങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചില സമയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയരെ ആ വിഷയത്തിന് വിടുതലുണ്ടാകും. എന്നാൽ അതിനുശേഷമായിട്ട് അതേ പ്രശ്നം നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ശോധനകൾ ആവർത്തിക്കപ്പെടുന്നത് എന്നതാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. പ്രിയ ദൈവമക്കളെ, സകല മനുഷ്യർക്കും ശോധനകൾ ഉണ്ട്. എന്നാൽ പലരുടെയും ജീവിതത്തിൽ ശോധനകൾ ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, അത് എന്തുകൊണ്ടാണ് എന്നതാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം. എൻ്റെ മൈക്കിനും അല്പം പ്രശ്നമുണ്ട്, എൻ്റെ തൊണ്ടയ്ക്കും പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് മാനസികമായിട്ട് ഇച്ചിരി പ്രയാസം നേരിടുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോട് കൂടെ നിങ്ങളായിരിക്കുക. ഇങ്ങനെയാണ് നമുക്ക് വായിക്കാം. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതും ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. പ്രിയരെ, യേശു കർത്താവ് പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് സാത്താന്യ പോരാട്ടങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നതാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരു രോഗത്തിൽ നിന്നും നമുക്ക് ചിലപ്പോൾ എന്നല്ല, രോഗത്തിൽ നിന്ന് വിടുതൽ ഉണ്ടാകുന്നു, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു മിനിറ്റ്, ഇത് മേലെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, രോഗത്തിന് വിടുതൽ ഉണ്ടാകുന്നു. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ആ രോഗം തന്നെ പിടിപെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പക്ഷേ അത്
എന്തുകൊണ്ടാണ് എന്നത് ആണ് നാം ചിന്തിക്കാൻ പോകുന്നത്. കുടുംബ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു, പക്ഷേ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. കടബാധ്യതയിൽ നിന്ന് പുറത്തു വരുന്നു, എന്നാൽ അതിനേക്കാൾ ശക്തമായി അത് കയറി വരുന്നു. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ പോരാട്ടങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. ദൈവ പൈതലേ, എന്താണ് ഇതിന്റെ കാരണം? പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു. 43-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവളിൽ നിന്ന് ഭൂതം പുറത്താക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന് 44-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രിയരെ, പിശാച് വിട്ടുപോയതിന്റെ ശേഷമുള്ള അവന്റെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. 45-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, തന്നിലും ദുഷ്ടതയേറിയ 7 അശുദ്ധാത്മാക്കളെ അവൻ കൂട്ടിക്കൊണ്ടുവരികയാണ് എന്നാണ് അവിടെ വായിക്കുന്നത്. തന്നിലും ദുഷ്ടതയേറിയ 7 അശുദ്ധാത്മാക്കളെ അവൻ വരികയാണ് എന്നാണ് പ്രിയരെ നാം ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. യേശു പറഞ്ഞ ഈ ഉപമ പരിശോധിക്കുമ്പോൾ പ്രിയരെ, തലമുറ എന്ന് ഇവിടെ പ്രതിപാദിക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേൽ ജനത്തെയാണ് കുറിക്കുന്നത് എന്ന് നാം അറിഞ്ഞുകൊള്ളണം. എന്തുകൊണ്ട് പൈശാചിക ശക്തി ആവർത്തിക്കപ്പെടുന്നു എന്നതാണ്. പ്രിയ ദൈവമക്കളെ, സാത്താൻ ഒരു വ്യക്തിയെ ശക്തമായി ആക്രമിക്കുകയാണ്. അല്പമായി നമ്മളെ ഉപദ്രവിക്കുകയല്ല, ആക്രമിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും പോരാട്ടങ്ങൾ കുറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അത് ആവർത്തിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അത് ഇവിടെ പറയുന്നത് അത് ഒഴിഞ്ഞതാണ്. രണ്ടാമതായി പറയുന്നു അടിച്ചു വാരിയതാണ്. മൂന്നാമതായി പറയുന്നു വീട് അലങ്കരിക്കപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദുരാത്മാവ് മടങ്ങി വരുമ്പോൾ ഒറ്റയ്ക്കല്ല വരുന്നത് എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പിന്നെയോ 7 അശുദ്ധാത്മാക്കളെയും കൂട്ടിക്കൊണ്ടാണ് വരുന്നത് എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ടോട്ടലി എത്ര അശുദ്ധാത്മാക്കൾ എന്ന് ചോദിച്ചാൽ 8 എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. പ്രിയ ദൈവമക്കളെ, ചിലർ പറയും പ്രാർത്ഥിച്ചപ്പോൾ പ്രശ്നങ്ങൾ എനിക്ക് ഒഴിഞ്ഞു പോയി. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ 6 മാസം കഴിഞ്ഞപ്പോൾ അതേ പ്രശ്നം എനിക്ക് ഇരട്ടിയായി വന്നു എന്ന് പറയാറുണ്ട്. പ്രിയ ദൈവമക്കളെ, മാത്രമല്ല എന്താണ് ഇതിന്റെ കാരണം എന്ന് നാം ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രിയ ദൈവമക്കളെ, ചിലർ പ്രാർത്ഥിച്ചിട്ട് പറയാറുണ്ട് പോ പിശാചേ എന്ന് ഉറക്കെ ശബ്ദമിട്ട് ചിലർ ആട്ടി പൽസിക്കാറുണ്ട്. പക്ഷെ പിശാച് പോകത്തില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മറ്റൊന്നുമല്ല പ്രിയരെ, അതിന്റെ കാരണം ദുരാത്മാവ് കുറെ നാളായി ഈ വീട്ടിൽ താമസിക്കുകയാ. നിന്നോടൊപ്പം ഈ ദുരാത്മാവ് എന്ത് ചെയ്യാണ്? ഇവിടെ താമസിക്കുകയാണ്. അതുകൊണ്ട് നീ പോ പിശാചേ എന്ന് പറഞ്ഞ് മത്സരിക്കുമ്പോൾ എന്റെ പ്രിയരെ, അത് ആ പിശാച് എന്താ പറയുന്നത് അറിയാമോ? എന്റെ കുഞ്ഞ്, എന്റെ മുത്ത്, അയ്യോ എന്റെ കുഞ്ഞ്, അങ്ങനെയാ പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ദുരാത്മാവിന് കുറച്ച് പറയുവാനുണ്ട്, കുറച്ച് ചിന്തിക്കാനുണ്ട്. എന്താണെന്ന് അറിയാമോ? ദുരാത്മാവ് പറയുന്നത് എനിക്ക് ഈ വീട് നല്ല പരിചയമുള്ള വീടാ. നോക്കണം, പിശാച് പറയുന്നത് എനിക്ക് ഈ വീട് നല്ല പരിചയമുള്ള വീടാ, എനിക്ക് ഈ വീടുമായിട്ട് നല്ല ബന്ധമാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പാപം മനുഷ്യനിൽ കയറിയാൽ എന്റെ പ്രിയരെ, അത് മരണം വരെയും അവന് വേട്ടയാടിക്കൊണ്ടിരിക്കും. മനസ്സിലാകുന്ന ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്താണ് പറയുന്നത് അറിയാമോ? പിശാച് നമ്മൾ ഒരു പ്രാവശ്യം പാപം ചെയ്തു കഴിഞ്ഞാൽ എന്റെ പ്രിയരെ, അത് ആ പാപം ചെയ്തതിന് ഫലമായിട്ട് പിശാചാണ് അവൻ നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. പ്രിയ ദൈവമക്കളെ, അതിന് ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു സിനിമ പാട്ട്
പാടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി, അതായത് സിനിമ പാട്ട് എവിടെ കേട്ടാലും ബൈഹാർട്ടാക്കുന്ന ഒരു വ്യക്തി, താൻ എന്ത് ചെയ്യുന്നറിയാമോ, പെട്ടെന്ന് തനിക്ക് മാനസാന്തരം വന്നു. പെട്ടെന്ന് മാനസാന്തരം വന്നപ്പോൾ തന്റെ ഈ സിനിമ പാട്ടെല്ലാം താൻ എന്ത് ചെയ്യുന്നറിയാമോ, നിർത്തി, എല്ലാം അവസാനിപ്പിച്ചു. നാളുകൾക്ക് ശേഷം താൻ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അന്ന് എന്താ സംഭവിച്ചെന്നറിയാം ദൈവമക്കളെ, താൻ അന്ന് കേട്ട ആ സിനിമ പാട്ട് കേൾക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, തന്റെ ജീവിതത്തിൽ താൻ എന്താ ചിന്തിക്കുന്നറിയാമോ, ഈ സമയം ആ സിനിമ പാട്ട് കേൾക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ താൻ ഏത് തിയേറ്ററിലാണ് പോയിരുന്നതെന്നും ഏത് സീറ്റിലാണ് ഇരുന്നതെന്നും തന്റെ കൂട്ടുകാർ ആരൊക്കെ ആയിരുന്നു എന്നും താൻ ആ സാഹചര്യമെല്ലാം തന്റെ ഓർമ്മയിലേക്ക് വരികയാണ്. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ കുഞ്ഞേ, 17, 18, 50 വയസ്സുകളിൽ പാപം ചെയ്താൽ ആരും അറിയുന്നില്ല എന്നാണ് നീ ചിന്തിക്കുന്നത്. എന്നാൽ 80ാമത്തെ വയസ്സിൽ ഈ പാപം നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഈ പാപം നിങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കും എന്നത് ഇന്ന് ഈ രാത്രിയുടെ യാമത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, കാരണം പിശാചുമായുള്ള ഇവന്റെ പരിചയമാണ്, പിശാചുമായിട്ട് ഇവന്റെ ബന്ധമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, പാപത്തോട് അകന്ന് വേർപെട്ട് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഹല്ലേലൂയ, നിങ്ങൾ ഇന്നത്തെ ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവ പൈതലെ, ഹല്ലേലൂയ, ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഇനി കടന്നകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഈ വചനത്തെ കേൾക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പിശാചിന് ഷെയ്ഖാൻഡ് കൊടുത്ത അല്ലെങ്കിൽ പിശാചുമായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മറന്നു പോകരുത്, പൈശാചിക ശക്തി നിങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും എന്നത് നീ ഓർത്തുകൊള്ളണം. പ്രിയ ദൈവ പൈതലെ, തികഞ്ഞ മദ്യപാനിയായിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ പറയട്ടെ. ഒരു വ്യക്തി, ആ മദ്യപാനിയായിരുന്ന ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു. മദ്യക്കുപ്പി അതിന്റെ ബ്രാൻഡ് മറച്ചു വെച്ചിട്ട് അദ്ദേഹത്തിന് അടുത്ത് കൊണ്ടുവന്നിട്ട് ഈ മദ്യക്കുപ്പി മണപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് വെച്ച് ഇദ്ദേഹം പറയും ഇത് ഏത് ബ്രാൻഡാണെന്ന്. മനസ്സിലായോ ദൈവമക്കളെ? ഹല്ലേലൂയ. എങ്കിൽ ഒരു കാര്യം മറന്നു പോകരുത്, ശക്തമായ പാപം ഇപ്പോഴും നിന്നെ അലട്ടുന്നു എന്നതാണ് നീ അറിഞ്ഞുകൊള്ളേണ്ടുന്ന സത്യം. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും മോശമായ വൃത്തികെട്ട സംസാരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ ഉച്ചരിക്കുന്ന ദൈവ പൈതലെ, ഒരു കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ഒരു വ്യക്തി രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എപ്പം വായ തുറന്നാലും വൃത്തികേട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. നല്ല ഭാഷയിൽ, സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ അവർക്കറിയത്തില്ല. അവർക്കറിയാവുന്ന എപ്പോഴും വൃത്തികേട് മാത്രമേ പറയാറുള്ളൂ. വൃത്തികേട് കലർന്നേ സംസാരിക്കാൻ അറിയത്തുള്ളൂ. ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് വൃത്തികേടുകൾ കാണും. അങ്ങനെയുള്ള ചിലർ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്നിരിക്കട്ടെ, എന്നാൽ അദ്ദേഹത്തെ പ്രിയ ദൈവ പൈതലെ, എന്നാൽ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ വ്യക്തി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാലും അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? എന്റെ പഴയ സ്വഭാവമായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങ് കാണിച്ചു തന്നേനെന്ന്. നോക്കണം ദൈവ പൈതലെ, അദ്ദേഹം പറയുന്ന എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിലേ ഇന്ന് ഇവിടെ ഇത് കാണത്തില്ലായിരുന്നു, എന്റെ സ്വഭാവം ഞാൻ കാണിച്ചു തന്നേനെന്ന്. പാപത്തിന്റെ ലാഞ്ചന ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഒരു വ്യക്തിയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് വചനം പറയുന്നു, തിന്മയ്ക്ക് അജ്ഞാനികളും നന്മയ്ക്ക് തികഞ്ഞ പരിജ്ഞാനവും ഉള്ളവരുമായിരിക്കണം എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. പ്രിയരെ, ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ സ്നാനപ്പെട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ പാപമെല്ലാം അങ്ങ് ചെയ്തു തീർക്കാം. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ എല്ലാ പാപവും അങ്ങ് കഴുകി കളയും, അപ്പൊ അതുവരെ എനിക്ക് ജീവിക്കാം എന്ന് പറയുന്ന പലരെയും ശ്രദ്ധിക്കാറുണ്ട്. പലരുടെയും വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അവർ വിചാരിക്കുന്നത് അവർ ചെയ്യുന്ന പാപം ആരും അറിയുന്നില്ല എന്ന, ആരും അറിയാൻ പോകുന്നില്ല എന്ന. ദൈവം അത് ക്ഷമിക്കും. എങ്കിലും സഹോദര, പക്ഷേ പിശാച് നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നത് നീ അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ നിലവിളിക്കുമ്പോൾ, നീ കരയുമ്പോൾ, കർത്താവിന്റെ പാദപീഠത്തിൽ വന്നിട്ട് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ എന്ന് നീ നിലവിളിക്കുമ്പോൾ കർത്താവ് നിന്നോട് ക്ഷമിക്കും. കുഞ്ഞേ, നീ ചെയ്തു കൂട്ടിയ പാപത്തെ ഹല്ലേലൂയ അറിയാവുന്ന ഒരു പിശാചുണ്ട്, പരിചയമുള്ള, നിന്നെ മുൻപരിചയമുള്ള പിശാച് നിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? വേട്ടയാടിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ആമേൻ പറയും?
കഴിയും. ഹല്ലേലൂയ. സഹോദരി, പിശാച് നിങ്ങളെ ഉന്നം വയ്ക്കും. സഹോദരി, പിശാച് നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇന്ന് രാത്രികാലം പ്രൈസ് ദി ലോർഡ് വചനത്തിന് മുൻപിൽ ഒന്ന് താഴ്ത്തി സമർപ്പിച്ച് കൊടുക്കുക. ഹല്ലേലൂയ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ, പറഞ്ഞു പോയ തെറ്റുകുറ്റങ്ങൾ ഒരുപാട് അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പാപം ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ആരോട് പറയാൻ വയ്യാത്ത പാപം ഒരുപാടാ. അറിഞ്ഞ പാപം ഒരുപാട്, അറിയാത്ത പാപം അതിനേക്കാളുമാ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, നമുക്കറിയാം ഇസ്രായേലിനെതിരായുള്ള ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ എന്ത് ചെയ്യുന്നറിയാമോ? മുക്കിക്കളഞ്ഞു. പക്ഷേ അതേ ഫറവോനും സൈന്യവും അവന്റെ കുതിരകളും രഥങ്ങളും ചെങ്കടലിൽ മുങ്ങിപ്പോയി. പക്ഷേ ദൈവ പൈതലേ, ചുറ്റുള്ളിയും ചുവന്ന ഉള്ളിയും ഇറച്ചിക്കലവും ജനങ്ങൾ തലയ്ക്കുള്ളിൽ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ദൈവ പൈതലേ, പാപത്തോട് അകന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തെ വിട്ട് നമ്മൾ ഓടിപ്പോകണം ദൈവ പൈതലേ. നമുക്ക് ജോസഫിന്റെ ചരിത്രം നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. ജോസഫിന്റെ ചരിത്രം അറിയാവുന്നവർക്കറിയാം. ജോസഫിന് പാപം ചെയ്യുവാൻ സന്ദർഭമുണ്ടായി. പക്ഷേ ജോസഫ് എന്താ ചെയ്തത്? ഒരൊറ്റ ഓട്ടം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പൊത്തിഫറിന്റെ ഭാര്യ വിളിക്കുമ്പോഴും ആ കയ്യിലുണ്ടായിരുന്ന പുതപ്പ് വലിച്ചെറിഞ്ഞിട്ട് ജോസഫ് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവ പൈതലേ, എനിക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് ജോസഫ് ഓടുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ചെറിയ പാപമായിരുന്നാലും വലിയ പാപമായിരുന്നാലും പാപം പാപം തന്നെയാ. ആകയാൽ പാപത്തെ വിട്ട് ഓടിപ്പോകുവാൻ ഒരുങ്ങണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. 2 കൊരിന്ത്യരുടെ പുസ്തകത്തിൽ 5-ാം അധ്യായം 21 യേശുവിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? പാപം അറിയാത്തവൻ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. പാപം അറിയാത്തവൻ. ഹല്ലേലൂയ. പാപത്തെ കുറിച്ച് യേശുവിന് അറിവില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ. കുഞ്ഞെ, ഒരിക്കലും പാപത്തെ അറിയുവാൻ പരിശ്രമിക്കരുത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇവിടെ ഫേസ്ബുക്ക് ഒന്ന് മാറ്റി മറിക്കുമ്പോഴായിരിക്കും വൃത്തികെട്ട ഏതെങ്കിലും ഒരു സീൻ കാണുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇടവും വല്ലതും നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് പയ്യെ ഇരുന്ന് അതങ്ങ് കാണാമെന്ന് ശ്രമിക്കും. പരിശ്രമിക്കുക. പാപത്തെ കാണാൻ, പാപത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ശ്രമിക്കരുതേ എന്നാണ് ഇന്ന് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നത്. പ്രിയ ദൈവമക്കളെ, പിന്നെ എന്താണ് നാം അറിയേണ്ടുന്നത്? നാം അറിയേണ്ടുന്ന സത്യം എന്താ? ദൈവ സ്നേഹത്തിന്റെ ആഴം. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് നാം തിരിച്ചറിയണം. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ ദൈവിക സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടുന്നത്. അത് തിരിച്ചറിയുവാൻ, അതെന്താണെന്ന് അറിയുവാൻ ആ ആഴത്തിലേക്ക് നാം ഇറങ്ങി ചെല്ലണം. പ്രിയ ദൈവ പൈതലേ, വചനത്തിന്റെ മുൻപിൽ താണിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, നിന്റെ കൗമാരത്തിൽ, യൗവനത്തിൽ പാപത്തിന്റെ രുചി അറിയുവാൻ ഹല്ലേലൂയ പോയി കഴിഞ്ഞാൽ കുഞ്ഞേ, അത് വാർദ്ധക്യത്തിലും നിന്നെ വേട്ടയാടും. പ്രൈസ് ദി ലോർഡ്. അത് വാർദ്ധക്യത്തിൽ നിന്നെ വേട്ടയാടും എന്നത് നീ അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. നീ മറന്നു പോകരുത്. ചിലർ പറയും, കുറച്ചു നാളായി ഞാൻ ആ വീട്ടിൽ താമസിച്ചതാ. ചിലർ പറയുന്നതാ, എനിക്ക് ആ വീട്ടിലേക്കുള്ള വഴി നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. സഹോദര, പാപത്തിന്റെ അടുക്കലേക്ക് നീ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഉള്ള വഴി പിശാചിന് നീ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പിശാചിന് നീ അത് മനസ്സിലാക്കി കൊടുക്കുക. അത് നീ അറിഞ്ഞുകൊള്ളണം. നിങ്ങൾ പാപത്തെ അറിയാതിരിക്കുന്നിടത്തോളം കാലം പിശാചിന് നിങ്ങളെയും അറിയുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ അനുഭവങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ. പ്രിയ ദൈവമക്കളെ, പിശാച് നിങ്ങളിൽ ആധിപത്യം ഉണ്ടാക്കുന്നത് എന്താണെന്നറിയാമോ? പഴയ എക്സ്പീരിയൻസാ, പഴയ അനുഭവങ്ങളാ. 1 പത്രോസിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണെന്നറിയാമോ? അവൻ പാപം ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. അവൻ പാപം അറിയാത്തവനാണെന്ന് നാം കൊരിന്ത്യ ലേഖനത്തിൽ കണ്ടു. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, എന്താണ് പറയുന്നത്? അവൻ പാപം ചെയ്തിട്ടില്ല. പ്രിയ ദൈവ വൈതലേ, ചില കുടുംബങ്ങളിൽ സന്ധ്യ പ്രാർത്ഥനയിൽ എന്നും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാമോ? എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത് അറിയാമോ? കർത്താവേ, ഇന്ന് പകൽക്കാലം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ ക്ഷമിക്കണമേ എന്നാണ്.
കർത്താവേ, ഇന്ന് പകൽക്കാലം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് കുഞ്ഞേ, പിശാച് നിന്നെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇന്ന് നിന്നോട് ക്ഷമിച്ചാൽ നാളെയും ഇത് തന്നെ അല്ലേ നീ പറയുന്നത് എന്ന് നിന്നെ നോക്കി പറയുന്ന ഒരു പിശാച്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലേ, പാപത്തെ അറിയാതിരിക്കുക, പാപത്തെ ചെയ്യാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പിശാചിനോട് ആമേൻ, ഹല്ലേലൂയ, പിശാചിനും നിനക്കും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകുവാൻ ഇടയാകരുത്. അതെങ്ങനെയാ? നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ചിന്തയിൽ. ഹല്ലേലൂയ, നാം പിശാചുമായിട്ട് യാതൊരുവിധ ബന്ധവും ഉണ്ടാകാതിരിക്കണമെങ്കിൽ പരിശുദ്ധത്തോടുകൂടി ദൈവസന്നിധിയിൽ കാണപ്പെടണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ചിലർ പറയാറുണ്ട്, എനിക്കെല്ലാത്തിനും ഭയങ്കര കൺട്രോളാ. പിന്നെ സിനിമാ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കണ്ടുകൊണ്ടിരുന്ന പറയും, എനിക്ക് നല്ല കൺട്രോളാ. ചീത്തേന്തിരിയും പറയുന്നിടത്ത് പോയി നിന്ന് അവിടെ പോയി നിന്ന് പറയും, എനിക്ക് ഭയങ്കര കൺട്രോളാ. പ്രിയ ദൈവ പൈതലേ, നീ പാപത്തെ വിട്ട് നീ ഓടിപ്പോകണം. പാപത്തെ കുറിച്ച് നീ ചിന്തിക്ക പോലും ചെയ്യരുത്. ആരെങ്കിലും വൃത്തികേടുകൾ സംസാരിക്കാണോ, അവിടെ എന്തിനാ പോയി നിൽക്കുന്നത്? അവിടെ നിന്ന് നീ ഓടിപ്പോകാനായിട്ട് ശ്രമിക്കണം, മാറിപ്പോയി കളയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വ്യക്തി പാപത്തിന്റെ ഹൈവേയിൽ കൂടി കയറി കഴിഞ്ഞാൽ പ്രിയരെ, അവൻ ചിന്തിക്കുന്ന ഇടത്ത് നിന്ന് എക്സിറ്റ് ആവാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ചിന്തിക്കുന്ന റൗണ്ട് അബൌട്ടിൽ നിന്ന് റൈറ്റ് ഹാൻഡ് എടുക്കാൻ വളരെ, പ്രിയ ദൈവ പൈതലേ, പാപത്തിന്റെ ഹൈവേയിൽ നിന്ന് യൂട്ടേൺ എടുത്തെങ്കിലേ പറ്റുകയുള്ളൂ എന്നത് ഞാൻ ഇന്ന് വ്യക്തമായി നിങ്ങളോട് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്ന ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവ പൈതലെ, നിസാര വിഷയങ്ങളിലാണ് പിശാച് അധികാരം കൊള്ളുന്നത്. നിസാര വിഷയങ്ങൾ പറഞ്ഞാണ് പിശാച് നിന്നിൽ ഒരു അവകാശം പറഞ്ഞുകൊണ്ട് വരുന്നത്. ആകയാൽ പിശാചിന് ഇടം കൊടുക്കരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയെ പിശാച് പിടിമുറുക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിടിമുറുക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? പിശാചിന് നിങ്ങൾ കൊടുക്കുന്ന എൻട്രിയാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വഴിവെക്കുന്നത് കൊണ്ടല്ലേ പിശാച് കയറി വരുന്നത്. അല്ലെങ്കിൽ സാത്താൻ കയറി വരുമോ? പിശാചിനുള്ള എല്ലാ വഴികളും ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിശാച് തന്നെത്താനെ കയറി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് കാൽവരിയുടെ ചുവട്ടിലേക്കൊന്ന് മടങ്ങുക, യേശുവിന്റെ അരികിലേക്കൊന്ന് ഓടിയുക, യേശുവിന്റെ മുഖത്തേക്ക് നോക്ക് പ്രിയരെ. പഴയ പാപങ്ങൾ ഇപ്പോഴും നിന്നെ വേട്ടയാടുന്നുണ്ടോ? യേശുവിന്റെ മുഖത്തേക്ക് നോക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് അവനിൽ നിന്ന് കഴിഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. മുമ്പുള്ളവയെ ഓർക്കേണ്ട, പഴയവയെ നിരൂപിക്കുകയും വേണ്ട. ജീവിതത്തെ ക്രിസ്തുവിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവ പൈതലേ, 3:5 വാക്യത്തിൽ പറയുന്നു, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, ആദിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അവയവങ്ങളെ എന്ത് ചെയ്യണം? മരിപ്പിപ്പീൻ. പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കും. അതാണ് പ്രിയ ദൈവ പൈതലേ യേശുവിന്റെ കാൽവരിയിലെ ജയം എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയ ദൈവ മക്കളെ, ഹല്ലേലൂയ. യേശു ക്രൂസിൽ ഉറങ്ങുകയല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലെ, പിന്നെയോ യേശു ക്രൂസിൽ ഹല്ലേലൂയ എന്ത് ചെയ്യായിരുന്നു? യേശു മരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഒരു വ്യക്തി ക്രൂസിന്റെ ചുവട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞേ, പാപത്തിന് അവൻ ഉറങ്ങുകയല്ല, അവൻ മരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നു, അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, പ്രിയരെ, ക്രിസ്തുവിനോട് ചേരുവാനാണ് നാം സ്നാനപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടിയാണ് ഒരുവൻ സ്നാനം ഏൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, പൈശാചിക പോരാട്ടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അവയവങ്ങളെ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇല്ല എങ്കിൽ പിശാചാണവൻ നീ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചെറിയ തെറ്റ് കണ്ടുകൊണ്ട് നിന്റെ പിന്നാലെ കൂടും, നിന്റെ മേൽ അവകാശം പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, മിക്ക കുടുംബങ്ങളിലും നോക്കി പിശാച് വാദിക്കുകയാണ്. എന്താണെന്നറിയാം? എന്റെ വീടായത്,
പിശാച് പറയുന്ന ഇത് എന്റെ വീടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിശാച് എന്തൊരു അവകാശമാ പറയും. നമ്മൾ പറയും നമ്മുടെ വീടാ, ഇത് എന്റെ വീടാ. പിശാച് മാറി നിന്നിട്ട് പറയും ഇത് എന്റെ വീടാ, എനിക്ക് മുൻ പരിചയമുള്ള വീടാ ഇത്, എനിക്ക് വീട് നന്നായിട്ട് അറിയാം, ഈ വീട്ടിലുള്ളവർ എനിക്കറിയാം, അവരൊക്കെ എന്റെ മക്കളാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകുന്ന ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആകയാൽ ദൈവ പൈതലെ പിശാചിന് നീ ഇടം കൊടുക്കരുത്. നിന്റെ വീട്ടിനകത്തുള്ള സംസാരം, നിന്റെ ഉറച്ചുള്ള വൃത്തികെട്ട ഭാഷയിലുള്ള സംസാരമുണ്ടല്ലോ, നിന്റെ കുടുംബമായി നീ വെളിയെ പോകുമ്പോൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന രീതികളുണ്ടല്ലോ, ഭാര്യയോട് സംസാരിക്കുന്ന രീതികളുണ്ടല്ലോ, ഇതൊക്കെ പിശാച് നിന്റെ കൂടെ ഊടാടി സഞ്ചരിക്കുക. നിന്റെ കൂടെ ഉണ്ട്, ഏത് സമയം നിന്നെ ഫോളോ ചെയ്യുക. എന്താണെന്നറിയാമോ? നിന്റെ മേൽ അവകാശം കിടക്കുന്നത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിശാചിന് നിന്റെ മേൽ ഒരു അവകാശം ഉള്ളത് കൊണ്ട് നിന്നെ തനിച്ചെങ്ങും വിടത്തില്ല, നിന്റെ കൂടെ വരും സേഫ് ആയിട്ട്. പിശാച് നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിൽ 2 സ്ത്രീകളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ? 2 സ്ത്രീകൾ, ഒരുത്തി ഒരു മരിച്ച കുഞ്ഞിനെയും ഒരുത്തി ജീവനുള്ള കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വരികയാണ്. എന്നാൽ നോക്കണം ദൈവമക്കളെ, ഈ 2 പേരുടെയും വാദം എന്താണെന്ന് ചോദിച്ചാൽ ജീവനുള്ള കുഞ്ഞ് എന്റേതാ. എന്താ പറയുന്നത്? ജീവനുള്ള കുഞ്ഞ് എന്റേതാ, മരിച്ച കുഞ്ഞ് വേണ്ട, ജീവനുള്ള കുഞ്ഞ് എന്റേതാണെന്നാണ് പറയുന്നത്. എന്നാൽ ദൈവജനമേ, ഇവിടെ 2 പേരും പറയുന്ന ഒരേ കാര്യമാണ്, ഇത് എന്റെ കുഞ്ഞാ, എന്റെ കുഞ്ഞാ, ജീവിച്ചിരിക്കുന്ന കുഞ്ഞ് എന്റേതാ. പ്രിയ ദൈവ പൈതലേ, ജീവനുള്ള കുഞ്ഞിന് വേണ്ടിയാണ് ഇവർ വാദിക്കുന്നതെങ്കിൽ നാം നോക്കണം, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ജീവനുള്ള കുഞ്ഞിന് വേണ്ടിയാണ് പിശാചും വാദിക്കുന്നത്. ചത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും അവന്റെ പിടിയിലേക്ക് കൊണ്ടുപോകുവാൻ, അവന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ, അവന്റെ മകനോ മകളാക്കി കൊണ്ടുപോകാൻ വേണ്ടി പിശാചാണ് അവൻ ഫോളോ ചെയ്യുകയാണ്. ജീവനുള്ള വ്യക്തിയെ മതി പിശാചിന്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? പ്രിയരെ, പലപ്പോഴും നിന്റെ തലമുറയോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ ശുശ്രൂഷയിൽ പിശാച് അവകാശവാദം ഉന്നയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ മറന്നു പോകുക. നീ എന്താ വിചാരിക്കുന്നത്? ഞാൻ വലിയ പരിശുദ്ധത്തോടു കൂടി ജീവിക്കുകയാണ്, എന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി, എന്റെ കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നു, ഞാൻ ഇങ്ങനെ പരിശുദ്ധമുള്ള ഒരു നീതിയുള്ള വ്യക്തിയായി ജീവിക്കുന്നു എന്നാണ് നീ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിന്നിലുള്ള ചെറിയ കുറ്റങ്ങളും തെറ്റുകളും എല്ലാം പിശാച് നോട്ടമിട്ടുകൊണ്ട് അവകാശം പറഞ്ഞുകൊണ്ട് കുഞ്ഞെ നിന്നെ വാദിച്ച് നിന്നെ അവന്റെ മകളാക്കി നിന്നെ മാറ്റുകയാ. അത് നീ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. യൂദയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ. എന്താണ് പറയുന്നത്? സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ സ്വന്തമായ ഒരു വാസസ്ഥലം ദൂതന്മാർക്കുണ്ട് എന്നാണ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ എന്താണ് പറയുന്നത് ചോദിച്ചാൽ, സ്വന്തമായ സ്വർഗരാജ്യത്തിൽ ഒരു വാസസ്ഥലം അവർക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം എന്ത് ചെയ്തറിയാമോ? വെട്ടി വീഴ്ത്തി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെട്ടി വീഴ്ത്തി കളഞ്ഞു. അവന് വാസസ്ഥലം നഷ്ടപ്പെട്ടു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ദൈവജനമേ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്ത് ചെയ്തു? അവന് വാസസ്ഥലം നഷ്ടപ്പെട്ടു. അന്ന് തുടങ്ങി എന്താ ചെയ്യുന്നറിയാമോ? ആരുടെ വീട് കണ്ടാലും പിശാച് അവകാശം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇത് എന്റെ വീടാ. പ്രൈസ് ദി ലോർഡ്. പിശാച് പറയുന്നത് ഇത് എന്റെ വീടാണ് എന്നാണ്. ദൈവ പൈതലെ, നീ നിത്യതയിലേക്ക് അടുക്കുമ്പോൾ പിശാച് പറയും ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടിയിരുന്നതാ. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതൽ ഓരോ ദിവസം കൂടുന്തോറും സ്വർഗരാജ്യത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഓരോ പടി കർത്താവിന്റെ വരവുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എന്നാൽ ഈ സമയം പിശാചിന് നഷ്ടപ്പെട്ട ചില അധികാരങ്ങൾ പ്രൈസ് ദി ലോർഡ് ദൈവം മനുഷ്യന് നൽകി. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, സാത്താൻ ചിന്തിക്കുന്ന ചില സംഗതികൾ ഇങ്ങനെയാ. അയ്യോ, ആ തേജസ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അയ്യോ, എനിക്ക് കിട്ടേണ്ടുന്ന ആ രാജ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ആ കിരീടം ഞങ്ങൾക്കുണ്ടായിരുന്നത് അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. കൃപ, അഭിഷേകം, ആ ചിറകുകൾ, ആ മഹത്വം എല്ലാം ഞങ്ങൾക്കുണ്ടായിരുന്നതാ. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു പോയി.
എന്ന പിശാചാണവൻ ഓരോ നിമിഷവും നിങ്ങൾ ദൈവ പൈതലെ കുഞ്ഞേ ഹല്ലേലൂയ നിന്നെ നോക്കി 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 പിശാചാണവൻ അസൂയപ്പെടുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ മനുഷ്യനെ ഉയർത്തി മാനിച്ചു. ആമേൻ. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ ഉയർത്തി മാനിച്ചു. മരണത്തിന്റെ മേൽ അധികാരം, പ്രകൃതിയുടെ മേൽ അധികാരം, രോഗങ്ങളുടെ മേൽ അധികാരം, കർത്താവ് എല്ലാ അധികാരവും മനുഷ്യന് ദൈവം നൽകി. ഇത് കാണുന്നവരും പിശാച് എന്താ ചെയ്യുന്നറിയാമോ? അസൂയ കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ സഹോദരിയെ, നിന്റെ മേലുള്ള അഭിഷേകം നഷ്ടപ്പെടുത്തരുത്. നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന, നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന അഭിഷേകത്തെ നീ നഷ്ടപ്പെടുത്തുവാൻ ഇടയാകരുത്. നമുക്കറിയാം ലാബാന്റെ ചരിത്രം. നമുക്കറിയാം ലാബാൻ യാക്കോബിനെ പിന്തുടരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലാബാൻ യാക്കോബിനെ പിന്തുടരുകയാ. യാക്കോബോ തന്റെ ഭാര്യമാരും ദാസിമാരും ആടുമാട് മൃഗങ്ങൾ എല്ലാ സമ്പത്തുമായിട്ട് തന്റെ പിതൃഭവനത്തിലേക്ക് പോകുന്ന വഴിയിൽ ഇതാ ലാബാൻ ഓടി വരികയാ. ലാബാൻ പിന്തുടർന്ന് വരുമ്പോൾ യാക്കോബ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നീ പറഞ്ഞതല്ല ഞാൻ ചെയ്തില്ലേ? എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നില്ലേ? ഇനി എന്തിനാ നീ എന്റെ പിന്നാലെ വരുന്നത്? നീ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? എന്തിനാ എന്റെ പിന്നാലെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ ലാബാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നീ പോയപ്പോൾ എന്തിനാ എന്റെ ദൈവത്തെ കൊണ്ടുപോയത്? ലാബാൻ ചോദിക്കുക, നീ പോയപ്പോ നിനക്ക് പോയാ പോരായിരുന്നു? നിന്റെ സ്വത്ത് സുഖമെല്ലാം എടുത്തുകൊണ്ട് പോയാ പോരായിരുന്നോ? നീ എന്തിനാ എന്റെ ദൈവത്തെ കൊണ്ടുപോയത്? നീ എന്റെ വീട്ടിൽ നിന്ന് ചിലത് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ എടുത്തിട്ടുണ്ട്, അതാ ഞാൻ നിന്നെ പിന്തുടരുന്നത് എന്ന ദൈവ പൈതലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ സഹോദരിയെ, ഹല്ലേലൂയ, പിശാചിന് അവകാശം കൊണ്ട് പറയുവാൻ നിന്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവരുത്. ഹല്ലേലൂയ. പിശാചിന് യാതൊരു വിധത്തിലും നിന്റെ ഭാര്യയുടെ മേലോ ഭർത്താവിന്റെ മേലോ നിന്റെ കുഞ്ഞുങ്ങളുടെ മേലോ ഒരു അവകാശം പറയുവാൻ നീ വഴി വെച്ച് കൊടുക്കരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എടുക്കരുതെന്ന് പറഞ്ഞാൽ എടുക്കരുത്, ഭക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ ഭക്ഷിക്കരുത്, ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അരുത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ആന്റി? അവരൊക്കെ രക്ഷിക്കപ്പെട്ടവരല്ലല്ലോ, കുടുംബക്കാരല്ലേ? ഒരു വിശേഷം വന്നാൽ ഞങ്ങൾ പോകണ്ടേ? പോയി അവിടെ പോയി ഭക്ഷിക്കാതെ എങ്ങനെയാ മടങ്ങി വരുന്നത്? അല്ലെങ്കിൽ സ്വന്തം ബന്ധം ഞങ്ങളെ വിട്ടു പോകില്ലേ? സഹോദരി, ഒരു കാര്യം വ്യക്തമായി വിളിച്ചു പറയട്ടെ. നീ ദൈവഹിതമല്ലാത്ത കാര്യം ചെയ്യുമ്പോൾ പിശാച് നിന്റെ മേൽ അവകാശം കൊള്ളുകയാണ്. സഹോദര, നീ ദൈവഹിതമല്ലാത്ത കാര്യം നീ ചെയ്തു തീർക്കുമ്പോൾ പിശാച് പറയും, ഇതെന്റെ മകനാ, ഇതെന്റെ മുത്ത, ഈ നിൽക്കുന്ന എന്റെ കുഞ്ഞാ, എന്റെ വീടായത്, എന്റെ വീട്ടിലെ കുഞ്ഞുങ്ങളായത് എന്ന് പറഞ്ഞ് നിന്റെ മേൽ, നിന്റെ ഭർത്താവിന്റെ മേൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് പിശാച് അവിടെ കൂട്ടിക്കൊള്ളും, അവിടെ തന്നെ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്ന ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, പലപ്പോഴും എൻ്റെ പ്രൊഫഷനിൽ കൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴും ശരി, ഞങ്ങളല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് പറയുവാനായിട്ടുള്ളത്. എല്ലാവരും കൂടെ ചേർന്ന ചില ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നെറ്റിയിൽ വിഭൂതി അല്ലെങ്കിൽ ഭസ്മം തേച്ചുകൊണ്ടും കുങ്കുമം തേച്ചുകൊണ്ടും ഒക്കെ നടക്കുന്ന പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യാനി കുഞ്ഞുങ്ങൾ പോലും പറയും, ഞാൻ ഒഴികെ എൻ്റെ കൂടെയുള്ളവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, എമ്മതവും സമ്മതവും അതിന് കുഴപ്പമില്ലെന്നേ, നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇതൊക്കെ അങ്ങ് ചെയ്യാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല, ദൈവം അതൊന്നൊക്കെ അങ്ങ് ക്ഷമിക്കും, നമ്മൾ ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, ഒരല്പനേരത്തേക്ക് മാത്രമല്ലേ എന്ന്. സഹോദരി, ലോകം അതും ഇതുമൊക്കെ വിളിച്ചു പറയുന്നതിനേക്കാൾ നല്ലത് കർത്താവിന് ഇഷ്ടമുള്ളൊരു മകളായി ജീവിച്ചുകൂടെ? ദൈവത്തിന് ഇഷ്ടമുള്ളൊരു മകനായി ജീവിച്ചുകൂടെ? പ്രൈസ് ദി ലോർഡ്. എത്രയോ ഫംഗ്ഷനുകൾ വരും. ഹൈന്ദവ ഫംഗ്ഷൻ ആകട്ടെ, മുസ്ലിം ഫംഗ്ഷൻ ആകട്ടെ, എന്ത് തന്നെ വരട്ടെ. എന്തിനാ നാടോടുമ്പോൾ നടുവ് ഓടണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണോ? നീ ദൈവ പൈതല, നീ മറന്നു പോകരുത്. നിന്റെ വസ്ത്രധാരണ പോലും ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹെയർ സ്റ്റൈൽ, നിന്റെ കയ്യിലെ നഖങ്ങൾ പോലും ദൈവഹിതത്തിന് ഒത്തവണ്ണമായിരിക്കണം എന്നത് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അതെങ്ങനെ ആൻറ്റി, ഞങ്ങൾ ദൈവമക്കളുടെ കൂടെ അല്ല ഞങ്ങൾ താമസിക്കുന്നത്, പലരും ചേർന്ന് ഞങ്ങൾ ജീവിക്കുകയല്ലേ, താമസിക്കുകയല്ലേ, നാട്ടുകാരൊക്കെ വല്ലതും വിളിച്ചു പറയത്തില്ലേ എന്ന്. കഴിഞ്ഞ ദിവസം എന്നോട് ഗൾഫിലുള്ള ഒരു സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാനിങ്ങനെ വീഡിയോ കോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സിസ്റ്ററിൻ്റെ കാതിൽ ഇങ്ങനെ മിനുങ്ങുന്ന കണ്ടു. മിന്നുന്നതായിട്ട് എനിക്ക് തോന്നി. അത് കാരണം ബന്ധക്കോസ്തുകാരി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചാട്ടോ. മറ്റുള്ളവരും എന്നെ ശ്രദ്ധിക്കുന്നു എന്ന് എനിക്കറിയാം, ആരും തെറ്റിദ്ധരിച്ചു പോകരുതേ. അപ്പോൾ മിന്നുന്ന പോലെ തോന്നി. ഞാൻ ഈ ചെവി നോക്കിയപ്പോൾ മിന്നുന്നു, ഇങ്ങോട്ട് നോക്കി ഇവിടെ മിന്നുന്ന കണ്ടു. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, സിസ്റ്റർ കമ്മലൊക്കെ ഇട്ടുണ്ടോ സിസ്റ്റർ? എന്താണെന്നറിയാമോ, ഇവിടെ പക്ക ബന്ധക്കോസ്തുകാരിയാ. അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാ, സിസ്റ്ററെ എന്തോ ചെയ്യാനാ, ഇവിടുത്തെ എൻ്റെ ബോസിൻ്റെ ഭാര്യ അവർ സമ്മതിക്കത്തില്ല സിസ്റ്ററെ, ഇതെല്ലാം ഇടാതെ തരത്തിലെ ജോലിക്ക് പ്രശ്നം വരുന്നത് കൊണ്ട് ഞാൻ ഇട്ടതാണെന്ന് പറഞ്ഞ് ഞാനൊന്നും പറഞ്ഞില്ല, യാതൊരു കാര്യവും പറഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ദൈവമക്കളാണെന്നുള്ളത് മറന്നു പോകരുത്. ഏത് സ്ഥാനത്ത് ചെന്നാലും, ദേശത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും, ഒരു പക്ഷേ നമ്മൾ ദൈവമക്കളായതുകൊണ്ട് ചില ഇടങ്ങളിൽ നമ്മളെ പരിഗണന നമുക്ക് കുറഞ്ഞു എന്ന് വരാം. പോട്ടെന്നേ, സാരമില്ല. കർത്താവ് നമ്മളെ ഉയർത്തി മാനിക്കുന്ന ദൈവമല്ലേ. നമ്മൾ ദേശത്തിന് ഏത് ഭാഗത്തായിരുന്നാലും എവിടെയായിരുന്നാലും ദൈവം നമ്മളെ ഉയർത്തി മാനിക്കും. ദൈവമക്കൾക്കൊരു വേർപെട്ട അനുഭവമുണ്ട്. ദൈവമക്കൾ ആരാണെന്ന് തിരിച്ചറിയാൻ ലോകത്തിന് മുൻപിൽ നമ്മൾ ജീവിച്ചല്ലേ പറ്റുകയുള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി അല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ആ കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിലേക്ക് പോകാൻ കഴിയുകയില്ല. നിന്നോടൊപ്പം നിന്റെ മേൽ അവകാശം പറയുന്ന പൈശാചിക ശക്തി നിന്നെ തുടർന്നു കൊണ്ടിരിക്കും, പിന്തുടരും, നിന്നെ പോരാടിക്കൊണ്ടിരിക്കും എന്നത് നീ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിശാചിന് നിന്റെ മേൽ അവകാശം പറയുവാനുണ്ടാവും. ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീടിന് ഉദാഹരണം പറയാട്ടോ, ഞാൻ നിങ്ങളുടെ വീടിന് ആധാരം എഴുതി വാങ്ങുമ്പോൾ പിന്നെയും ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടാവും. എല്ലാവരും കുറേ പേരുണ്ടല്ലോ, ഇന്നേക്ക് ഓൺലൈൻ എത്ര പേരുണ്ടെന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഫേസ്ബുക്കാരൻ എന്നോട് ഭയങ്കര സ്നേഹമാട്ടോ, അതുകൊണ്ടാണ് അവനെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. എത്ര പേര് ലൈനിലുണ്ടെന്ന് പോലും എന്നെ കാണിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ അഡ്മിന്മാരെ മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അവർ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല, എത്ര പേര് ലൈനിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആകട്ടെ, ഒരു കാര്യം പറയട്ടെ ദൈവമക്കളെ, നമ്മൾ ഒരു ലാൻഡ് വാങ്ങിക്കഴിയുമ്പോൾ പ്രിയരെ അതിന് ആധാരം എഴുതും. പക്ഷേ അത് വാങ്ങിക്കഴിഞ്ഞാലും ഒരു സർട്ടിഫിക്കറ്റ് കൂടെ നമുക്ക് വാങ്ങേണ്ടി വരും. എന്താണെന്നറിയാമോ? കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്, അല്ലേ? ആ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്താണെന്നറിയാമോ ദൈവമക്കളെ, നമുക്ക് അവകാശം വേണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, അനേകരുടെ ജീവിതവും ഇങ്ങനെ തന്നെയാ. എന്താണെന്നറിയാമോ? ആധാരം നമ്മുടെ കയ്യിലുണ്ട്, എന്നാൽ കൈവശ അവകാശം ആരുടെ കയ്യിലായിരിക്കും അറിയാമോ? ദൈവത്തിന്റെ കയ്യിലല്ല, പിശാചിന്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്ന ദൈവജനം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലിരിക്കുന്നത് ആധാരം മാത്രമാണ്, പക്ഷേ അവകാശം ആരുടെ കയ്യിലായിരിക്കുന്ന അറിയാമോ? പിശാചിന്റെ കയ്യിലാണ്. നീ എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും പിശാചാണവൻ. നിന്നോട് ഒരു കാര്യവും പിശാചി പറയത്തില്ല. നിനക്ക് വലിയ സംരക്ഷണം ചെയ്തുകൊണ്ട് പിശാചി നിന്റെ കൂടെ ഉണ്ടാവും. കാരണം എന്താണെന്നറിയാമോ? നീ ചെയ്ത് കൂട്ടുന്നെല്ലാം പിശാചിന്റെ പ്രവൃത്തി. അത് അവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവൻ നിനക്ക് സംരക്ഷണം ചെയ്തുകൊണ്ട് തന്നുകൊണ്ട് നിന്റെ കൂടെ ഉണ്ടാകും. എന്താ പ്രിയരെ, മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ കയ്യിൽ പെട്ടത് എന്തുകൊണ്ടാണ് പിശാചിന്റെ കയ്യിൽ പെട്ടത്? എന്താ അതിന്റെ കാരണം? അവന്റെ പല സാധനങ്ങളും നമ്മുടെ തോട്ടത്തിൽ കൊണ്ടുപോയിട്ടിരിക്കുക. പലരുടെയും സാധനങ്ങൾ ഇങ്ങിവിടെ ഉണ്ട്, ഈ വീട്ടിലുണ്ടെന്നേ. ദൈവ പൈതലേ, നമ്മുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, ഭർത്താവിനെ ഒന്നും പിശാച് അവകാശം പറയുവാൻ ഇടവരരുത് കേട്ടോ. അടുത്ത ആളിന്റെ ഒരു 50 പൈസ പൊരുള് പോലും നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകരുതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അയ്യോ, അതെങ്ങനെ? ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു തേങ്ങ വീണ, ആ റോഡിലല്ലേ കിടന്നത്, ആ റോഡിൽ കിടക്കുന്ന തേങ്ങ എടുത്തോണ്ടങ്ങ് പോവുക എന്ന് പറഞ്ഞ് എടുത്തോണ്ടങ്ങ് പോവുക. എന്നിട്ട് ആ അതിരിങ്കല്ലിൽ നിൽക്കുന്ന ഒരു ചെടി പറിച്ചുകൊണ്ട്, എൻ്റെ പൂവിൻ്റെ ആ ഭംഗി എത്ര മനോഹര, പറിച്ചുകൊണ്ട് നമ്മുടെ മുറ്റത്ത് കൊണ്ട് വയ്ക്കും. വേണ്ട കുഞ്ഞേ, ഇതെല്ലാം പിശാച് അവകാശം പറയും. പ്രൈസ് ദി ലോർഡ്. അന്യന്റെ ഒരു 10 പൈസ പൊരുൾ പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ നിശ്ചയമായും പിശാച് നിന്റെ മേൽ അവകാശം പറയും എന്നത് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആകയാൽ പ്രിയരെ, എഫെസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, പഴയ മനുഷ്യരെ ഉപേക്ഷിക്കണം,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ തീരുമാനമെടുത്താട്ടെ, എൻ്റെ മുഖം ഒരിക്കലും ഞാൻ വിരൂപമാക്കത്തില്ല. അല്ലെങ്കിൽ ചിലരെങ്ങനെയാ സംസാരിച്ചു കഴിയുമ്പോൾ എൻ്റെ പ്രിയരെ മുഖം വിരൂപമാകുന്നത് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ എന്ത് ചെയ്യണം? നമ്മളൊരു നല്ല തീരുമാനം എടുക്കണം. ഏതെടുത്താലും ഏത് കാര്യമായിരുന്നാലും അത് ചിരിച്ചുകൊണ്ട് തന്നെ അത് ഏറ്റെടുക്കണം. പലരും എന്നെക്കുറിച്ച് പറയാറുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു സ്മൈലിംഗ് ഫേസ് ആയിരിക്കും എൻ്റേത്. അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ഫ്രണ്ടിൽ നിൽക്കുക, ഞാൻ ബാക്കിൽ നിൽക്കുക. ഞാൻ അതിന് മുമ്പ് ഒരു പേഷ്യൻറ്റിനോട് സംസാരിച്ചിട്ട് പോയതാ. അവർ ഡോക്ടർ വന്നപ്പം ആ ഡോക്ടറോട് പറയും, ഈ സിസ്റ്റർ എന്നെ നോക്കി ചിരിക്കുന്നത് എങ്ങനെയുണ്ട്? ദൈവമക്കളെ, അങ്ങനെ പലരും പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ദുഃഖമോ കഷ്ടമോ പ്രയാസമോ ഏത് തന്നെ വന്നിരുന്നാലും ഏത് പ്രതികൂലം നേരിട്ടാലും പ്രിയരെ അത് ചിരിച്ചുകൊണ്ട് തന്നെ സന്തോഷത്തോടെ നമ്മുടെ മുഖമായിരിക്കണം. അതല്ല മുഖം വിരൂപമാക്കിയാൽ അതിനവകാശം പറയാൻ പിശാച് നിന്റെ കൂടെ കൂടും. പ്രൈസ് ദി ലോർഡ്. കോപപ്പെട്ട് സംസാരിക്കരുത്. ഇന്ന് വരെ അങ്ങനെയാ ഞാൻ സംസാരിച്ചിട്ടുള്ളതെന്ന് ആരെങ്കിലും ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ കുഞ്ഞെ ഞാൻ പറയട്ടെ, അത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ല. എൻ്റെ കർത്താവ് സമാധാന പ്രിയനാ, എൻ്റെ കർത്താവ് സമാധാനത്തിന്റെ പ്രഭുവാ. ഒരിക്കലും എൻ്റെ കർത്താവ് ആരെയും കോപപ്പെടുത്തിയിട്ടില്ല, ആരെയും കർത്താവ് മുറിവേൽപ്പിച്ചിട്ടുള്ള ദൈവമല്ല. അതുകൊണ്ട് എൻ്റെ കർത്താവിന്റെ മുഖം ഹല്ലേലൂയ വിരൂപമാകത്തില്ല, ഒരിക്കലുമില്ല. മനോഹരമേറിയ കർത്താവിന്റെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയരെ, ഹല്ലേലൂയ, എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുക. എൻ്റെ സമയം കഴിഞ്ഞു. പക്ഷേ ഞാൻ എടുത്തിരുന്ന എൻ്റെ വിഷയം എനിക്ക് ഇവിടെ ഫിനിഷ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചില സാങ്കേതികമായ തടസ്സങ്ങൾ, ഞാൻ വന്നതേ ലേറ്റ്, ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഭയങ്കര ടെൻഷനും ഒക്കെ ആയിപ്പോയി. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് തീർക്കാൻ സമയം തികയുന്നില്ല. പ്രിയ ദൈവമക്കളെ, 3 കാര്യങ്ങളാണ് ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നത്. ഒഴിഞ്ഞ വീട്. പ്രൈസ് ദി ലോർഡ്. ഒഴിഞ്ഞ വീട് അത് പ്രിയരെ അടിച്ചു വാരി അലങ്കരിച്ചതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ വീടെന്ന് പറയുമ്പോൾ പ്രിയരെ, പിശാച് എന്തുകൊണ്ട് ഭവനത്തിനകത്തേക്ക് കയറിയെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ അതിന് ആൻസർ പറയും. സിമ്പിളാണ്. നിങ്ങൾ പിശാചിന് ഇടം കൊടുത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പിശാചിന് നിങ്ങൾ ഇടം കൊടുത്തത് കൊണ്ടാണ് പിശാച് അവിടെ കയറി സീറ്റ് ഇട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അത് മാത്രമല്ല, നിങ്ങളുടെ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ദൈവ പൈതലെ, വീട് ഒഴിഞ്ഞു കിടക്കുക, സീറ്റ് കാലിയാണ്. പ്രൈസ് ദി ലോർഡ്. ആ വീട് ഒഴിഞ്ഞു കിടക്കുന്നു. 1 കൊരിന്ത്യരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് ഒരുവനിൽ വസിച്ചാൽ ആ വീട് ഒഴിഞ്ഞിരിക്കത്തില്ല, പിശാച് വരില്ല. അപ്പോ ഈ വീട് ഒഴിഞ്ഞിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ആ ഭവനത്തിൽ ഇല്ലാതെ വരുമ്പോഴാണ് ഈ വീട് കാലിയാകുന്നത്. ആരെങ്കിലും ഒക്കെ വന്ന് കുത്തിയിരിക്കണമെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതല്, നിന്റെ വീട് കാലിയാണോ? നിന്റെ വീട് ഒഴിഞ്ഞു കിടക്കുകയാണോ? ഇന്ന് രാത്രികാലം തീരുമാനമെടുത്തുകൊണ്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിനോട്, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ ആത്മാവിനോട്, ഹല്ലേലൂയ, കർത്താവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആത്മാവ് നിറയ്ക്കും നിങ്ങളുടെ ഭവനത്തെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവ് ഇറങ്ങി വരുന്ന പ്രൈസ് ദി ലോർഡ് സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. കുഞ്ഞേ, നിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, ശോധനകൾ ആവർത്തിക്കപ്പെടുന്നതിന്റെ കാരണം നിന്റെ വീട് ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. എന്താ ഒഴിഞ്ഞു കിടക്കുന്നതിന്റെ കാരണം? പരിശുദ്ധാത്മാവിന്റെ പകർച്ച, ആത്മാവിന്റെ വ്യാപാര ശക്തി, ഹല്ലേലൂയ, അഭിഷേകത്തിന്റെ ശക്തി നിന്റെ ഭവനത്തിൽ ഇല്ലാതെ വരുമ്പോൾ നിന്റെ ഭവനം എന്താകും? അത് കാലിയായി കിടക്കും, സീറ്റ് ഒഴിഞ്ഞു കിടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, വീട്ടിൽ അതുകൊണ്ട് അത് മാത്രമല്ല, വീട്ടിൽ വസിക്കേണ്ടെന്നവൻ അവിടെയില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ വീട് ഒഴിഞ്ഞു കിടക്കുക, പക്ഷേ വീട്ടിനകത്ത് വസിക്കേണ്ടുന്നവൻ അവിടെ ഇല്ലാതെ വരുമ്പോഴാണ് വീട് കാലിയാകുന്നത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഭിഷേകം ഒരു വീട്ടിലേക്ക് വന്നാൽ പിശാച് അവിടെ തിരിഞ്ഞ പോലും നോക്കത്തില്ല, പിശാച് അവിടെ നിൽക്കത്തില്ല. എന്റെ പ്രിയരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചുമ്മാതിരിക്കുന്ന സമയമൊക്കെ ഈ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ആ
ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഫോണും കൈമ കുത്തിയിരിക്കാതെ അവിടെ ഇവിടെ കണ്ടവരെ കാണുന്നവരെ നോക്കുന്നവരെ ഒക്കെ വിളിച്ചുകൊണ്ട് സമയം കളയരുത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ദൈവത്തിന് വചനം എടുക്കണം, പ്രാർത്ഥിക്കണം, വചനം ധ്യാനിക്കണം, പാട്ട് പാടണം. ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന മേഖലയിൽ ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഭർത്താവിന് വേണ്ടി, നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവ പൈതലേ, നീ പ്രാർത്ഥിക്കുന്നത് ആരോടാ? ദൈവത്തോടല്ലേ? നീ പ്രാർത്ഥിക്കുമ്പോൾ ഓ ഹല്ലേലൂയ ആ ദൈവത്തിന്റെ ആത്മാവ് അവിടേക്ക് ഇറങ്ങി വരും. നീ ഇരിക്കുന്ന ഇടം മുഴുവനും നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറഞ്ഞ ഈ മെസ്സേജ്, ഈ ദൈവ വചനത്തെ നിങ്ങൾക്ക് ഏറ്റെടുക്കുവാൻ കഴിയും? ഈ സന്ദേശത്തെ ഏറ്റെടുക്കുക. ദൈവമക്കളെ, ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഭിഷേകം ഒരു വീട്ടിലേക്ക് വരണം. ഹല്ലേലൂയ. അഭിഷേകം ഇല്ലാതെ വരുമ്പോഴാ ഹല്ലേലൂയ ഭവനം കാലിയായി പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, എന്റെ വാക്കുകൾക്ക് ഞാനൊരു വിരാമം കുറിക്കട്ടെ. പോരാട്ടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ഭവനം നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ഭവനം നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ഭവനം നിറയപ്പെടട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ദൈവമക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബത്തെ, വിദേശത്തായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ, നമ്മുടെ സഭയെ, നമ്മുടെ വിശ്വാസികളെ, നമ്മുടെ കർത്തൃദാസന്മാരെ, നമ്മുടെ ദേശ മക്കളെ ഒക്കെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ആരും പിശാചിന് അടിമപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാചിന് അവകാശം കൊള്ളുമാറ് ആരും ഉണ്ടാവരുതേ എന്ന് ഈ സമയം ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തി നമ്മിലേക്ക് വ്യാപരിക്കട്ടെ. എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, പലപ്പോഴും ജീവിതത്തിൽ ശോധനകൾ ആവർത്തിക്കപ്പെടുകയാണപ്പ. അതിന്റെ കാരണം എന്താണെന്ന് കർത്താവേ ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞപ്പാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരിക്കേണ്ടുന്നവൻ ഇരിക്കാതെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വരേണ്ടുന്നവൻ ഭവനത്തിനകത്ത് വരാതെ പോയാൽ നിശ്ചയമായും സീറ്റ് കാലിയായി പോകും. പിശാചാണവൻ കുട്ടികിടക്കും, കടന്നു വരും. ആകയാൽ എന്റെ കർത്താവേ, ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇന്ന് മുതൽ പുതിയ ജീവിതം നയിപ്പാൻ കർത്താവ് സഹായിക്കണം. ഇതുവരെയും ഞങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു മെസ്സേജ്, ഒരു സന്ദേശം ദൈവം ഇന്ന് രാത്രികാലം തന്നിരിക്കുകയാണല്ലോ അപ്പാ. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം. ഈ കേട്ട വചനം എല്ലാവർക്കും അനുഗ്രഹവും നന്മയുമായി തീരട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. വചനം ഘോഷിപ്പാൻ അടിയനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കൃപയ്ക്കുള്ളിൽ അപ്പച്ചം പൊതിഞ്ഞാട്ടെ, രക്തത്താൽ കഴുകി മുദ്രയിട്ടാട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ആ ദൈവമക്കളെ, പലവിധമാകുന്ന പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നെറ്റ് ഇഷ്യൂ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, ഇവിടെയൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് തക്ക സമയത്ത് വരാൻ കഴിഞ്ഞില്ല എന്നത് ഒരു വലിയ സങ്കടമുണ്ടായി. എനിക്ക് ആ സങ്കടത്തോടു കൂടി തന്നെയാണ് ഞാനിത് മെസ്സേജ് തുടങ്ങിയത് തന്നെ. ഞാനിങ്ങനെ ചിന്തിച്ച്, കർത്താവ് മെസ്സേജ് അങ്ങ് വേണ്ടെന്ന് പറയട്ടെ എന്ന്. അപ്പോഴും ഞാൻ വിചാരിച്ചത്, ഞാൻ എടുത്ത മെസ്സേജ് അത് ആർക്കെങ്കിലും, ഒരു വ്യക്തിക്കെങ്കിലും അത് പ്രയോജനപ്പെടുന്നു എങ്കിൽ അത് ഞാൻ പ്രസംഗിക്കാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത് തന്നെ. എങ്കിലും കർത്താവതെ മുഴുവിപ്പിക്കാനിടയാക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്കിങ്ങനെ നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജി ബ്രദറിനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരോടുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. മാത്രമല്ല, എൻ്റെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൽ നിന്നും എൻ്റെ അഡ്മിന്മാർ, എൻ്റെ സഹോദരങ്ങൾ, പ്രിയ കർത്തൃദാസൻ പാസ്റ്റർ ബി ഡി ജോൺസൺ അവർ, ആരംഭം മുതൽ അവസാനം വരെ പ്രിയ കർത്തൃദാസൻ ഉണ്ടായിരുന്നു, പാസ്റ്റർ ജോസഫ് ചാക്കോ, ഇവർക്കെല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ ദൈവത്തിനായ പ്രമാണം പേജിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. അല്പം 5 നിമിഷം കൂടിപ്പോയി, ദൈവനാമത്തിൽ ക്ഷമിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഷോർട്ട് മെസ്സേജസ് ആവശ്യമെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് റോസ്ലിൻ സുരേഷ് ഈറോഡ് എന്നും റോസ്ലിൻ സുരേഷ് ഒഫീഷ്യൽ എന്ന 2 അക്കൗണ്ട് ഉണ്ട്. അതിൽ ഷോർട്ട് മെസ്സേജസ് ഞാൻ ഇടുന്നുണ്ട്. ദൈവമക്കളെ, നിങ്ങൾക്കത് ആശ്വാസപ്രദമായി മാറും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ സഹകരിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ പകൽ 4 മണിയായിരിക്കും മെസ്സേജ് എന്നതും അറിയിച്ചും കൊണ്ടും എൻ്റെ വാക്കുകളിൽ ഞാൻ വിരമിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.